ശ്രീമന്നാരായണീയം ദശകം 25 നരസിംഹാവതാരം ശ്ലോകം 9. ഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ ജ്ഞാനരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണുർഗുരുർദേവോ മഹേശ്വര ഗുരുഃ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഭൂയോപ്യക്ഷതരോഷധാംനി ഭവതി ബ്രഹ്മാജ്ഞയാ ബാലകേ പ്രഹ്ലാദേ പദയോർനമത്യപഭയേ കാരുണ്യഭാരാകുല. ശാന്തസ്ത്വം കരമസ്യ മൂർധ്നി സമധാ സ്തോത്രൈരഥോദ്ഗായത തസ്യാ കാമധിയോപി തേ നിധവരം ലോകായ ചാനുഗ്രഹം. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ഭീകരമായ ആ ശരീരത്തോടുകൂടി അത്യധികം കോപാകുലനായിട്ട് ഗർജിച്ചുകൊണ്ടിരിക്കുന്ന ആ സഭാമധ്യത്തിൽ ഇരുന്നരുളുന്ന നരസിംഹമൂർത്തിയുടെ അടുത്തേക്ക് ചെല്ലാൻ ആരും തയ്യാറായില്ല. എല്ലാവരും പേടിച്ച് മാറി നിന്നു. ശിവൻ, ബ്രഹ്മാവ്, ദേവേന്ദ്രൻ തുടങ്ങിയ എല്ലാവരും പേടിച്ച് വിറച്ച് ദൂരെ മാറി നിന്ന് സ്തുതിച്ചു. ഇവിടെ മഹാലക്ഷ്മി പറഞ്ഞു വിട്ടിട്ട് അടുത്തേക്ക് ചെന്നു, മഹാലക്ഷ്മിയെ പറഞ്ഞു വിട്ടിട്ട് അടുത്തേക്ക് ചെന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഭഗവതി പോലും പേടിച്ച് പിന്മാറി എന്നാണ് പറയുന്നത്. അങ്ങനെ ഇരിക്കുന്ന ആ ഭഗവാന്റെ അടുത്തേക്ക് ഭൂയ, പിന്നെയും, അതായത് വീണ്ടും വീണ്ടും സ്തുതിക്കപ്പെട്ടിട്ടും, ഭൂയ അഭി, പിന്നെയും പിന്നെയും സ്തുതിക്കപ്പെട്ടിട്ടും, എല്ലാവരാലും സ്തുതിക്കപ്പെട്ടിട്ടും, ഭവതി അക്ഷതരോഷധാംനി, ഇവിടെ ഭഗവാൻ അടങ്ങാത്ത ആ കടുത്ത കോപത്തിൽ നിന്ന് മാറാതെ, ശാന്തനാകാതെ ഇങ്ങനെ ഇരുന്നപ്പോൾ ബ്രഹ്മാജ്ഞയ, ബ്രഹ്മാവിന്റെ ആജ്ഞ കാരണമായിട്ട്, ബ്രഹ്മാവ് പറഞ്ഞതനുസരിച്ചിട്ട്, ബാലകേ, പ്രഹ്ലാദേ, കുട്ടിയായ പ്രഹ്ലാദൻ, അബഭയേ, ഒരു പേടിയും കൂടാതെ, പദയോ, തൃക്കാൽക്കൽ, ഭഗവാന്റെ തൃക്കാൽക്കൽ വന്ന് നമതി, നമസ്കരിച്ചപ്പോൾ, എല്ലാവരും സ്തുതിച്ചിട്ടും ഭഗവാന്റെ കോപം ശമിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇവിടെ ബ്രഹ്മാവ് പ്രഹ്ലാദനോട് പറയുകയാണ്, നീ ചെന്ന് ഭഗവാന്റെ മുന്നിൽ ചെന്ന് നിന്ന് ഭഗവാനെ സ്തുതിക്ക് എന്ന് പറയുകയാണ്. പ്രഹ്ലാദൻ ഒരിക്കലും ഭയം ഉണ്ടായിട്ടില്ല, ഇതിനു മുമ്പും ഉണ്ടായിട്ടില്ല, ഇപ്പോഴും ഇല്ല. ഇത് സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്, ഭഗവാൻ തന്നെയാണ് ഇരിക്കുന്നതെന്ന് പ്രഹ്ലാദന് നന്നായിട്ടറിയാം. അവിടെ ചെന്ന് പ്രഹ്ലാദൻ ഭഗവാന്റെ കാൽക്കൽ അങ്ങോട്ട് നമസ്കരിച്ചു. അപ്പോൾ ത്വം, അവിടുന്ന് കാരുണ്യഭാരാകുല, കനത്ത കരുണയാൽ, ആ കരുണയുടെ ആ ഭാരം കൊണ്ട് അത്യധികം കരുണയുണ്ടായി അന്നേരം ഭഗവാന്. അങ്ങനെ ആകുല, പരവശനും ശാന്തനുമായിട്ട് പ്രഹ്ലാദൻ മുന്നിൽ വന്നങ്ങ് നമസ്കരിച്ചപ്പോഴേക്കും ഭഗവാന്റെ കോപം എല്ലാം പോയി. ഭഗവാൻ അത്യധികം കരുണാമയനായി തീർന്നു, ശാന്തനായി തീർന്നു. എന്നിട്ട് അസ്യ, ഈ പ്രഹ്ലാദന്റെ മൂർധ്നി, നെറുകയിൽ കരം സമധ, കൈ അമർത്തി വെച്ചു. പ്രഹ്ലാദന്റെ തലയിൽ ഭഗവാൻ കൈവച്ച് അവനെ അനുഗ്രഹിച്ചു. അഥ, എന്നിട്ട് സ്തോത്രൈ ഉദ്ഗായത, ഉറക്കെ സ്തോത്രങ്ങള്, സ്തുതികള് പാടി വാഴ്ത്തുന്ന, ഉറക്കെ സ്തുതികള് പാടി വാഴ്ത്തുന്ന, സ്തോത്രൈ ഉദ്ഗായത, ഉറക്കെ പാടി വാഴ്ത്തുന്ന, തസ്യ, ആ കുട്ടിക്ക്, ആ പ്രഹ്ലാദന്, അകാമധിയ അഭി, അശേഷവും ആവശ്യമില്ലായിരുന്നു എങ്കിലും
അവന് ആഗ്രഹങ്ങൾ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിലും വരം തേനിധ, വരം കൊടുത്തു, വരം അരുളി. ലോകായ അനുഗ്രഹം ച, ലോകത്തിന് പൊതുവെ എല്ലാവർക്കും അനുഗ്രഹത്തെയും ഭഗവാൻ കൊടുത്തു. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.